നമസ്കാരം മാന്യമഹാജനങ്ങളെ, ഞാൻ ഗുരുതുല്യനായി കാണുന്ന അഖിൽ കോട്ടത്തല അല്ലെങ്കിൽ പ്രവചനസിംഹം അഖിൽ ഇന്ന് എന്നെ കുറിച്ച് പറഞ്ഞ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് ചെകഞ്ഞെടുത്ത പല കാര്യങ്ങളും ഞാൻ കേട്ടു. ഞാൻ അതിൽ സംതൃപ്തനാണ്. എന്നെ ഇത്ര അധികം മനസ്സിലാക്കിയ എന്റെ അഖിലേട്ടായി, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര കാലം ഇതൊന്നും എന്നോട് തുറന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞാൻ. ഗുരുതുല്യനായിട്ട് നിങ്ങളെ കണ്ട് പല പ്രവചനങ്ങളും നിങ്ങളിൽ നിന്ന് പഠിച്ച് വാരി എറിയാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കി എൻ്റെ ഒരു ഗുരുവിൽ നിന്ന് മാറി എൻ്റെ ഒരു മൂത്ത സഹോദര തുല്യനായിട്ട് നിങ്ങൾ മാറി എന്നുള്ളത് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ശിക്ഷണത്തിൽ വളരാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. നിങ്ങളിലൂടെ വളരാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അയ്യോ, അഖിലിനെ കുറിച്ച് പറയുന്നത് കുറച്ച് ഷോ ഓഫ് ആവും, കണ്ണടയ്ക്കാം. ഓക്കെ, അപ്പോ അഭിനയ കലയെ കൂടി നിങ്ങൾ എന്നെ എനിക്ക് പഠിപ്പിച്ചു തരണം. നിങ്ങൾ ആ ഒരു കലയിൽ കൂടി പ്രാവീണ്യം നേടി അതുകൂടി എന്നിലേക്ക് പകർന്നു തരണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നാസി റോക്കറ്റ് വിട്ടതും ചൈന വൻമതിൽ പൊളിച്ചതും ഇന്ത്യയിലുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും ചെറിയ ചെറിയ രീതിയിൽ സംസാരിച്ച് നിങ്ങളെ പോലെ പ്രവചനങ്ങൾ നടത്താതെ, നിങ്ങൾ പ്രഗത്ഭനായ നിങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരാതെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു സൈഡിലൂടെ ഒതുങ്ങി പോകാമെന്ന് വിചാരിക്കരുത്. ഗുരുവിനോടൊപ്പം വളരാനാണ് എനിക്ക് താല്പര്യം അഖിലേട്ടാ. അരിച്ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അരിച്ചേച്ചിന് ഇപ്പൊ വലിയ ഇഷ്ടമൊന്നുമില്ല. അരിച്ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. വളരെ മോശമായിട്ട് അരിച്ചേച്ചി ചെയ്തത്. പക്ഷെ അരിച്ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. അരിച്ചേച്ചി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ, അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടും. പക്ഷെ അരിച്ചേച്ചി എനിക്ക് ഇഷ്ടമല്ല.